അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം വരുന്നു. സിഎമ്മിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? ഞങ്ങളിങ്ങനെ നിങ്ങൾക്കൊക്കെ വാർത്തയൊക്കെ തരുന്നതുകൊണ്ട് നമ്മളും വായിക്കാറുണ്ട്. ആ വാർത്തയും വായിച്ചു. അവര് പ്രതികരിക്കട്ടെ, ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ. അദ്ദേഹം ഞങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. അവര് പ്രതികരിക്കട്ടെ തന്നെ, അവര് പ്രതികരിക്കട്ടെ. ഒരു അന്വേഷണം നടക്കുകയല്ലേ. ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ശരിയല്ല. വലിയ വിവാദമായിരുന്നു. പിന്നീട് ക്ലീൻ ചിറ്റ് താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നതിലേക്ക് ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. ആ പദ്ധതിയുമായി താങ്കൾ മുന്നോട്ട് പോവുകയാണ്. 5ലധികം വീടുകൾ വെക്കുകയാണ്. എന്ത് മറുപടി? അതിവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ളാറ്റിന്റെയും പണി ഇപ്പോൾ പൂർത്തിയാകാറായി. അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകും. അത് അവർ തന്നെ അന്വേഷിച്ച് അവർ തന്നെ കണ്ടെത്തി ഒന്നുമില്ലെന്ന്, വീണ്ടും അവർ ഒന്നും കൂടി അന്വേഷിച്ച് വീണ്ടും കണ്ടെത്തി ഒന്നുമില്ലെന്ന്. ഇത്രയേ ഉള്ളൂ. അതങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം. അതാണല്ലോ, അവരുടെ മുമ്പിൽ 2 വിജിലൻസ് ഡയറക്ടർമാരുടെയും റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയത്. അവരന്വേഷിച്ച അവരുടെ പോലീസിൻ്റെ 2 വിജിലൻസ് ഡയറക്ടർമാർ ഇത് പൂർണ്ണമായും നന്നായി നടത്തിയ ഒരു പദ്ധതിയാണ് എന്നാണ്. ഞാനൊരിക്കലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, അങ്ങനെ ഒരിക്കലും പറയില്ല. അന്വേഷിച്ചോളാണ് പറഞ്ഞത്. അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായി. ഞാൻ എൻ്റെ പ്രസംഗം നിങ്ങളെടുത്ത് നോക്ക്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അതിനൊരു ക്ലീൻ ചിറ്റ് കിട്ടും. അവരെ അഭിനന്ദിക്കൂടി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അസംബ്ലിയിൽ. ഞാൻ CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ CBI കൂടി അന്വേഷിക്കട്ടെ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ കമന്റ് പറയണത്? ഇതെല്ലാം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിലൊന്നും വരില്ല എന്നറിയാം. അത് നോക്കണം, ഇനിയിപ്പോൾ നോക്കണം. നേരത്തെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ലിസ്റ്റ് കൊടുത്ത് ഇനി പുതിയത് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100-150ഓളം വീടുകൾ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പൂർത്തിയാക്കാൻ വേണ്ടി വീട് പണി ഞങ്ങളുടെ ലൈഫ് പദ്ധതിയിലേക്ക് 4 ലക്ഷം രൂപ കിട്ടുന്നുള്ളത് പൂർത്തിയാക്കാൻ പറ്റുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിരവധി വീടുകൾക്ക് 100ലധികം 150ഓളം വീടുകൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ തീരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മളിതിപ്പോൾ 450 സ്ക്വയർ ഫീറ്റാണ് വീട്. ഇന്ന് 5 വീടുകളുടെ ശിലാസ്ഥാപനമുണ്ട്.